രാവിലെ കൊച്ചുവെളുപ്പം കാലത്ത് അവധി ദിവസങ്ങളാണെങ്കിൽ നമ്മൾ ഗാർഡനിൽ ഇറങ്ങിയാൽ കൂടെ കുട്ടികളും കൂടും. അപ്പോൾ നമ്മൾ ഒരിക്കൽ ഫ്ലവറിങ് കംപ്ലീറ്റ്ലി കഴിഞ്ഞ ശേഷം ആ പോട്ടിലുള്ള ചെടി നമ്മൾ വേറെ എവിടെയെങ്കിലും പ്രൂണിങ് ഒക്കെ കഴിച്ച് അത് ഗ്രോത്ത് കൂടുതലാവാൻ വേണ്ടിയിട്ട് വയ്ക്കും. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഫ്ലവർ വരുമ്പോൾ അത് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് നമ്മളെപ്പോഴും കാണുന്ന ഏരിയയിൽ എവിടെയെങ്കിലും നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവാനായിട്ട് അത് തിരിച്ചു വയ്ക്കും. ആ മഴയ്ക്ക് ശേഷം ദുബായിൽ ഒരുപാട് കൊതുകുകൾ പെരുകുണ്ടായി. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ കരിയില പുകയ്ക്കായിരുന്നു. അപ്പോൾ ഈ സ്മെല്ല് കേൾക്കുമ്പോൾ നമുക്ക് നാട്ടിൻപുറം ശരിക്കും ഓർമ്മ വരും. പണ്ട് നാട്ടിൻപുറത്തൊക്കെ നമ്മൾ നടക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ സന്ധ്യ ആകുമ്പോൾ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇതുപോലെ ചവറ് കരിയുന്ന സ്മെല്ല് കേൾക്കാം. അത് ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് കൊതുകിനെ നശിപ്പിക്കാം. കൊതുകെല്ലാം ഈ സ്മെല്ല് കേൾക്കുമ്പോൾ പാറി അകന്നു പോകും. അപ്പം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ കൊതുകിനെ ഒഴിവാക്കാനായിട്ട് സന്ധ്യാസമയങ്ങളിൽ ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും പുകയിക്കുന്നത് നല്ല. കൂട്ടത്തിൽ മറ്റ് ഫ്ലവറിങ് ഉണ്ടാവുന്ന ചെടികൾക്ക് വളരെ ഉചിതമാണ്